ഷോട്ടിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പം കാട്ടുജീവികൾ എന്തെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ ഇതിനൊക്കെ ബസർ ഉണ്ടാവും. ഓഫ് ചെയ്തേ ഉണ്ടേ. ഇപ്പം ബസർ നമ്മൾ സൗണ്ട് ഒരു എർത്തിങ് നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ അത് അങ്ങനെ ഒരു സൗണ്ട് കേട്ടത്. അപ്പം ബസർ സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിനകത്തൊരു കറണ്ട് ലീക്കേജ് എവിടെയോ നടക്കുന്ന, അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായി, മറ്റെന്തെങ്കിലും ജീവികളുടെ ശല്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഈ അലാറം സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളിത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്, ഇത് 12 മണിക്കൂറാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 12 മണിക്കൂർ ആകുമ്പോഴത്തേക്കും പകൽ ഡേയിലും കൂടെ വേണമെങ്കിൽ മാത്രം നമുക്ക് 24 മണിക്കൂർ ആക്കിയാൽ മതി. 12 മണിക്കൂർ മതിയെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6:30 മണിയാകുമ്പോൾ ഓഫാവും, വൈകിട്ടൊരു 6:30 മണിയാകുമ്പോൾ ഓണാവും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി ഫുള്ള് ഓണിൽ കിടക്കും, പകൽ മൊത്തം ഓഫായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അലാറം നമുക്ക് വേണമെങ്കിൽ ഓണാക്കി ഇടാം, വേണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഇത് നമുക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൾസ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ പവർ കൂട്ടി കൊടുക്കാം. നമുക്കിപ്പം അങ്ങനെ വരുമ്പം മരങ്ങളൊക്കെ ടച്ചിങ് ഏരിയ കൂടുതലുണ്ട്, അടുത്തൊരു ഡിസ്റ്റൻസ് വരുവാണെങ്കിൽ പെട്ടെന്ന് അടി കിട്ടും. ഇപ്പം വലിയ ജീവികളൊക്കെ കാട്ടുപോത്ത് പോലുള്ള ജീവികളൊക്കെ വരുവാണെങ്കിൽ മതി നമുക്ക് പൾസ് കൂട്ടേണ്ട ആവശ്യം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സെറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അലൈൻമെൻറ്റിൽ ഒരു ഏരിയ കണക്കൂട്ടിയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയയിൽ മറ്റ് മരങ്ങളും വൃക്ഷങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പൾസിൻ്റെ റേഞ്ച് വേണമെങ്കിൽ കൂട്ടിയിടാം. അപ്പോൾ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. കൃഷിയുള്ള സ്ഥലങ്ങളിൽ നമ്മളത് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, സോളാർ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, സീട്രൺ ബാറ്ററിയാണ്. അതിന് 36 മാസം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോക്സ് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് 2 മീറ്റർ ഉണ്ടാവും. അത് നമുക്ക് തറയിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ പാനലൊക്കെ സെറ്റ് ചെയ്യുന്നത്. പാനൽ ഇത് 25 വർഷം വാറൻറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാനലാണ്, കമ്പനി വാറൻറ്റിയാണ്. അപ്പോൾ അതിന് നമുക്ക് വാർണിംഗ് ലാമ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഓണാകുമ്പം ഒരു പൾസ് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഡേഞ്ചർ ബോർഡുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈൻ റൂട്ടിങ് നമ്മൾ ചെയ്തേക്കുന്ന കേബിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കേബിളൊന്നും അല്ല, ഇത് ഡബിൾ കേബിളാണ്. ഇത് കോറുള്ള കേബിളാണ്. ഇതിനകത്ത് ട്വിസ്റ്റഡ് കേബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ക്ലച്ച് കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാ GI പോലുള്ള ഹാർഡ്വെയർ